ദൈവവചനം ശ്രവിക്കുവാനായി കാതോർക്കുന്ന എല്ലാവരും ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത ബുദ്ധിമാന് തുല്യമായിരിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. ജെറമ്യ 15:19 പറയുകയാണ്, 15-ാം അധ്യായം 19-ാം വചനത്തിൽ, വിലകെട്ടവ സംസാരിക്കാതെ സദ്വചനങ്ങൾ സംസാരിച്ചാൽ നിന്നെ ഞാൻ എൻ്റെ നാവ് പോലെയാക്കും. ഇന്ന് ലോകത്തിൽ കേൾക്കുന്ന തിന്മകൾ, ദുഷ്ടതകൾ, മ്ലേച്ഛതകൾ, അസഭ്യവാക്കുകൾ, പരദൂഷണങ്ങൾ ഇവയെല്ലാം കേട്ട് തീരുമാനമെടുക്കുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്രകാരമുള്ള വ്യക്തികളുടെ ജീവിതത്തിലോ കുടുംബത്തിലോ സമാധാനം കാണുകയില്ല. കുടുംബജീവിതത്തിൽ പരസ്പരം ഒറ്റിക്കൊടുക്കുന്ന, പരസ്പരം വഞ്ചിക്കുന്ന, പരസ്പരം തെറി പറയുന്ന, ശാപവാക്കുകൾ ഉച്ചരിക്കുന്ന, അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരുടെ മാതാപിതാക്കളെ ശപിക്കുന്ന, കുറ്റം പറയുന്ന ഇപ്രകാരമുള്ള ഒരു ശീലത്തിലേക്കാണ് ആ വ്യക്തികൾ കടന്നു വരുന്നത്. കാരണം ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് നിറഞ്ഞ പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്, വില കെട്ടവ സംസാരിക്കാതെ സദ്വചനങ്ങൾ സംസാരിക്കുക. നല്ല കാര്യങ്ങൾ കേൾക്കുവാൻ ഇമ്പമുള്ളവയല്ല, മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുകയാണ് എങ്കിൽ നമ്മുടെ വ്യക്തിജീവിതത്തിൽ തന്നെ ശാന്തിയും സമാധാനവും ലഭിക്കുന്നതായിട്ട് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. സുഭാഷിതങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു. സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ ക്രോധം വർദ്ധിപ്പിക്കുകയും പ്രതികാര ചിന്തകൾ ഉടലെടുക്കുകയും ചെയ്യുന്നത് സൗമ്യമായ മറുപടി പറയുവാൻ ആരും തയ്യാറല്ല. ഒരു വ്യക്തി അറിവില്ലാതെ അല്ലെങ്കിൽ ഏതോ ഒരു നെഗറ്റീവ് ചിന്തകളിലൂടെ നമുക്കെതിരായി എന്തെങ്കിലും പറയുകയാണ് എങ്കിൽ ഉടനെ നമ്മളും ക്രോധം പൂണ്ട് അതിന് തക്ക മറുപടി പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ എല്ലാത്തരം മ്ലേച്ഛതകളും പ്രതികൂല സാഹചര്യങ്ങളും കുടുംബത്തിൽ പോലും സമാധാനം കെടുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നത്. സൗമ്യമായ മറുപടിയാണ് ക്രോധം ശമിപ്പിക്കുവാനുള്ള ഉത്തമമായ മരുന്ന്. നമ്മോടൊരു പക്ഷേ ജീവിത പങ്കാളിയോ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ആ വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ സൗമ്യമായി സ്നേഹത്തോടെ മറുപടി പറയുകയാണെങ്കിൽ ആ ക്രോധം അവിടെ ശമിക്കുകയും ആ സമൂഹത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും ചെയ്യും. സുഭാഷിതങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 24-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, ഹൃദ്യമായ വാക്ക് തേനറ പോലെ ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്നു. സഹോദരങ്ങളെ, നമ്മൾ സൗമ്യമായ മറുപടി പറയുക, ഹൃദ്യമായ വാക്കുകൾ ഉച്ചരിക്കുന്നതിലൂടെ നമ്മുടെ ആത്മാവിന് മാധുര്യം പകരുകയാണ്. നമ്മുടെ ആത്മാവിന് മാധുര്യം പകരുമ്പോൾ ഈ മാധുര്യം മറ്റുള്ള വ്യക്തിക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവും മാധുര്യം കൊണ്ട് നിറയുകയും നമ്മുടെ ശരീരങ്ങൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുകയാണ്. ഇന്ന് മനുഷ്യന് രോഗമായി കഴിഞ്ഞാൽ അവൻ ആസ്പത്രികളിലേക്കാണ് പോകുന്നത്. ഈ രോഗത്തിൻ്റെ പിന്നിലെ കാരണം അവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന വെറുപ്പ്, വിദ്വേഷങ്ങൾ, മുൻവൈരാഗ്യങ്ങൾ, ക്രോധം ഇപ്രകാരമുള്ള മ്ലേച്ഛതകൾ ഉള്ളിൽ ഒതുക്കി വെക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് രോഗികളായിത്തീരുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, ആത്മാവിന് മാധുര്യവും ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതുമാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾക്കും കാരണം നമ്മൾ തന്നെയാണെന്ന വലിയ തിരിച്ചറിവിലേക്ക് കടന്നു വരിക. വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുവാനാണ് പ്രഭാഷകൻ 28-ാം അധ്യായത്തിൻ്റെ 25-ൽ പറയുന്നത്. വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. മൃദുലമായ നാവിന് കടുത്ത അസ്ഥിയെപ്പോലും ഉടയ്ക്കുവാൻ സാധിക്കും. അതായത് ഏത് പ്രതികൂല സാഹചര്യത്തിലും മൃദുലമായ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമെങ്കിൽ നമ്മുടെ അധരത്തിൽ നിന്ന്
ജ്ഞാനത്തിൻ്റെ വചസ്സുകളാണ് പുറപ്പെടുന്നതെങ്കിൽ, മാധുര്യം നിറഞ്ഞ വാക്കുകളാണ് പുറപ്പെടുന്നതെങ്കിൽ, മറ്റുള്ളവർക്ക് പോസിറ്റീവായി ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാനുള്ള ഹൃദ്യമായ വാക്കുകളാണ് നമ്മുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിൽ, സഹോദര സഹോദരി, നമ്മുടെ ശത്രുവിൻ്റെ അസ്ഥിയെപ്പോലും തകർക്കുമെന്ന് പറയുന്നത് അവൻ്റെ അസ്ഥി അടിച്ചുടച്ച് പ്ലാസ്റ്റർ ഇട്ട് കൈയും കാലിലും പ്ലാസ്റ്റർ വീണ് ആശുപത്രിയിൽ പോയി കിടക്കുമെന്നല്ല. അതായത് ആ വ്യക്തിക്ക് പോലും മാനസാന്തരമുണ്ടായി ആ വ്യക്തി പോലും ഒരു കുഞ്ഞാടിനെ പോലെയായി നമ്മുടെ സുഹൃത്തായി മാറും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് നമ്മുടെ അധരങ്ങൾ സംസാരിക്കുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ ഒതുക്കി വച്ചിരിക്കുന്നത്, ആ നിറവിൽ നിന്നാണ് നമ്മുടെ അധരങ്ങൾ തുറക്കുമ്പോൾ വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നല്ല നല്ല ഹൃദ്യമായ വാക്കുകൾ, ഹൃദ്യമായ മാധുര്യം നിറഞ്ഞ വാക്കുകൾ നിറയ്ക്കുക. സൗമ്യമായ മറുപടി പറയുവാനായിട്ട് നമ്മൾ ഒരുങ്ങുക. നമ്മുടെ തൊണ്ട തുറന്ന ശവക്കുഴി പോലെയാണ് എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നതിൻ്റെ കാരണം, ഹൃദയത്തിൻ്റെ ഉള്ളിൽ മ്ലേച്ഛതയാണെങ്കിൽ, നമുക്കറിയാം, ഒരു ശവകുടീരത്തിൽ, ഒരു സെമിത്തേരിയിൽ ഒരു ശവം കൊണ്ട് അടക്കം ചെയ്ത് 4-5 ദിവസം കഴിഞ്ഞ് തുറന്നാൽ ദുർഗന്ധം വമിക്കും. ഇതുപോലെ നമ്മുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ മ്ലേച്ഛതകൾ നിറയുകയും, അധരം തുറക്കുമ്പോൾ ആ മ്ലേച്ഛതയിൽ നിന്ന് ഉരുത്തിരിയുന്ന മോശപ്പെട്ട വാക്കുകൾ, ശാപവാക്കുകൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് ഉറന്നു വരുന്ന മോശപ്പെട്ട വാക്കുകൾ പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത് അനേകരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ശവക്കുഴിയിൽ നിന്ന് വരുന്ന ദുർഗന്ധം മനുഷ്യ സമൂഹത്തിൽ ആശ്വാസമോ സമാധാനമോ പകരുകയില്ല. അതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന എന്തെല്ലാമാണോ നമ്മളൊന്ന് കണ്ടെത്തുക. ഭോഷത്വം ആവർത്തിക്കുന്നവൻ ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്ന നായെ പോലെയാണെന്നാണ് സുഭാഷിതങ്ങൾ 26:11 പറയുന്നത്. ഇന്ന് ഭൂമിയിൽ ഒരുപാട് മ്ലേച്ഛതകൾ സംസാരിക്കുന്ന, മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ട്. ഇവയൊക്കെ കേട്ട് കുടുംബത്തിൽ വന്നിരുന്ന് ഇതെല്ലാം ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ വചനം പഠിപ്പിക്കുകയാണ്, കേട്ട ഭോഷത്വം നീ ആവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്ന നായ്ക്ക് തുല്യമാണെന്നാണ്. ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്ന നായ്ക്ക് തുല്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ മ്ലേച്ഛതകൾ കാണുകയും കേൾക്കുകയും ചെയ്യാം സമൂഹത്തിൽ. കാരണം കർത്താവ് പറയുകയാണ് വെളിപാട് പുസ്തകത്തിൽ, നീ വസിക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയാം. പിശാചിൻ്റെ സിംഹാസനമുള്ളിടത്ത് തന്നെ, പിശാചിൻ്റെ സിംഹാസനമുള്ള ഈ ഭൂമിയിൽ വസിക്കുന്ന ഞാനും നിങ്ങളും സകല മ്ലേച്ഛതകൾ കാണുവാനും കേൾക്കുവാനും ഒക്കെ നമുക്ക് സാഹചര്യങ്ങളുണ്ട്, ഇടയുണ്ട്. എന്നാൽ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മ്ലേച്ഛതകൾ നമ്മൾ പറഞ്ഞു നടക്കാനുള്ളതോ കുടുംബത്തിൽ വന്നിരുന്ന് മറ്റുള്ളവരുമായി പങ്കിടുവാനുള്ളതോ അല്ല. ഇപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് സമാധാനമല്ല കടന്നു വരുന്നത്, മറിച്ച് പിശാചിൻ്റെ ആത്മാവ് കടന്നു വന്ന് സമാധാനം കെടുത്തി, സന്തോഷം കെടുത്തി, നമ്മുടെ ശരീരത്തിനെ രോഗിയാക്കി, നമ്മുടെ അധ്വാന ഫലം പോലും നശിപ്പിക്കുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നു വരും. അപ്പോൾ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് സദ്വചനങ്ങൾ സംസാരിക്കുവാൻ പഠിക്കുക. സദ്വചനങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ എൻ്റെ നാവ് പോലെയാക്കും. യാക്കോബ് 3:9-10 പറയുകയാണ്, നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും അതേ നാവ് കൊണ്ട് ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യനെ ശപിക്കുകയും ചെയ്യുന്നു. നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, അതേ നാവ് കൊണ്ട് മനുഷ്യനെ ശപിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഏത് വാക്കാണ് ദൈവം ശ്രവിച്ച് നിന്നെ അനുഗ്രഹിക്കേണ്ടത്? ദൈവത്തെ ഇന്ന് വരെ നീ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും നീ കാണുന്ന നിന്റെ സഹോദരനെ വെറുക്കുകയും ശപിക്കുകയും ചെയ്യുമ്പോൾ നീ കള്ളം പറയുകയാണ്. അപ്പോൾ സഹോദര സഹോദരി, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കടന്നു വരണമെങ്കിൽ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യന്റെ മുൻപിൽ പോസിറ്റീവായിട്ട് സംസാരിക്കുക, വിലകെട്ടവ സംസാരിക്കാതിരിക്കുക, സൗമ്യമായ മറുപടി പറയുവാൻ ശ്രമിക്കുക, ഹൃദ്യമായ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. കാരണം ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, ആത്മാവിന് മാധുര്യവും ശരീരത്തിന് ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ സഹോദര സഹോദരി, നമ്മുടെ വാക്കുകൾ അതേ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ എന്നാണ് കർത്താവ് ഉപദേശിക്കുന്നത്. നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക, നമ്മെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും.
നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക, നമ്മുടെ സഹോദരങ്ങളെ അതേ നാവ് കൊണ്ട് അനുഗ്രഹിക്കുകയല്ലാതെ ആരെയും ശപിക്കരുത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.